പാല്. പാല് വേണ്ട, എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല. ഗോമതി എന്താ ഇന്നലെ വരാഞ്ഞത്? പനിയായിരുന്നു കൊച്ചമ്മേ. ഞാൻ ചെല്ലുമ്പോ കിടപ്പായിരുന്നേ. ഈശ്വരപിള്ളേ, ഉത്തരവ്. അപ്പുറത്തെ വീട്ടിൽ ഏതാ ഒരു പെൺകുട്ടി? അത് നമ്മുടെ അമ്മു. അവൾ കൊച്ചുകുട്ടിയല്ലേ? ഇത് വേറൊരുത്തി. അത് ഏതൊരുത്തി? അമ്മുവിനെ കൂടാതെ അവിടെ വേറൊരു പെൺകുട്ടി ഉണ്ടോ? പിന്നെ ഇല്ലേ. അതാര്? മീനാക്ഷി അമ്മ. അതല്ല ചോദിച്ചത്, വേറെ ഏതെങ്കിലും പെൺകുട്ടി അവിടെ ഉണ്ടോന്ന്. ഈശ്വരങ്ങളെ കണ്ടിട്ടില്ലേ? ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ലേ? ഇല്ലേ. കാലത്ത് നീ കൈ കാണിച്ചത് അമ്മ കണ്ടെന്ന് തോന്നുന്നു. അയ്യോ, പേടിക്കണ്ട. എന്നായാലും അവരിത് അറിയണമല്ലോ. എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനാണ്. ഒരു കാലത്തും എന്റെ ആഗ്രഹത്തിന് അവരെതിരെ നിൽക്കില്ല. എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ എനിക്കൊരു കത്ത് തന്നിരുന്നു. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എനിക്കൊരു ജോലി കിട്ടി. അതിന് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. പറഞ്ഞു വിടാൻ നിങ്ങൾ ഇവിടെയായിരുന്നു? അമ്മ പോയതിനു ശേഷം ഞാനല്ലേ സാറിന് അരിവെച്ചു കൊടുത്തത്. എനിക്ക് അരിവെപ്പൊന്നും വലിയ നിശ്ചയമില്ലായിരുന്നു. പിന്നെ അങ്ങേ വീട്ടിലെ കൊച്ചു ഒന്ന് സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങേ വീട്ടിലെ ഏത് കൊച്ച്? ഗീത കുഞ്ഞ്. സാറിന്റെ ഓഫീസിലെ സ്റ്റെനോയാ. എന്നും വന്ന് കറി വെച്ച് തരുമായിരുന്നു. കറി എന്ന് പറഞ്ഞാ എന്ത് കറിയാ? ഉഗ്രം കറി. ആ കറിയിലല്ലേ സാറ് വീണുപോയത്. ഓഹോ, സാർ എപ്പോ വരും? അവൻ വരാൻ വൈകും. നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സുഗുണേന്ദ്രൻ. ഇനി ഒരിക്കൽ സാറുള്ളപ്പോ വരാം. ജോലി കിട്ടിയ കാര്യം പ്രത്യേകം പറയാം. എന്റെ പൊന്നു കൊച്ചമ്മേ. നോ, അവനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. താൻ ഇവിടെ ഉണ്ടല്ലോ എന്ന ധൈര്യമായിരുന്നു എനിക്ക്. പക്ഷെ അവനെ അവന്റെ വഴിക്ക് വിട്ടിട്ട് താൻ പോയി. താൻ ചെയ്ത എന്താണെന്ന് അറിയാമോ? വിശ്വാസവഞ്ചന. കൊച്ചമ്മേ, ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്നു. ശബ്ദിച്ചു പോരുത്. ഇനി തന്നെ ഇവിടെ വേണ്ട. പെട്ടിയെടുത്തോണ്ട് പൊയ്ക്കോ. എല്ലാം കാണാൻ മുഖങ്ങൾ കാണുന്നുണ്ടല്ലോ. വരണം വരണം. അമ്മു, ആ കസേര ഇങ്ങോട്ട് എടുത്തില്ല. കാറിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഓടി വന്ന് വിശേഷങ്ങൾ ചോദിക്കാനും പറ്റും എനിക്ക് പറ്റിയില്ലല്ലോ. ഇരുന്നാട്ടെ. കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ട് വരികയല്ലേ. എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് മീനാക്ഷി അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എനിക്കെന്ത് വിശേഷം? എന്നെ ദൈവം ഇരുത്തിക്കളഞ്ഞില്ലേ. അതൊക്കെ ആരെയാ നോക്കുന്നത്? പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഇവിടെ കണ്ടതുപോലെ തോന്നി. ആരാ അത്? ഗീതയായിരിക്കും. അവൾ ആഫീസിൽ പോയിരിക്കുക. അവിടുത്തെ കുഞ്ഞിന്റെ ആഫീസിലെ സ്റ്റെനോയാ. ഇവിടെ എങ്ങനെ വന്നു? അവൾ എന്റെ ഇളയ സഹോദരന്റെ മകളല്ലേ. ഓഹോ, അങ്ങനെയാണോ? അവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ മാത്രമേ ഉള്ളൂ. അവനൊന്നും കൊട്ടാരക്കരയാ. കൊട്ടാരക്കര കോടതിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ടല്ലോ. അവിടെ ഏത് ഭാഗത്തായിട്ടാ? പുലമൻ ജംഗ്ഷനിൽ തന്നെയാ. കൊച്ചുവിലെ അച്യുതന്നായെന്ന് പറഞ്ഞ ആരും അറിയും. ഒരു UP സ്കൂൾ അധ്യാപകനായിരുന്നു. ഇപ്പൊ പെൻഷനായി. ഓഹോ. ആരാ? കൊട്ടാരക്കരയിൽ നിന്നാണ്. എന്ത് വേണം? ഉടനെ ഇവിടെ എത്താൻ ഒരു കത്തുണ്ടായിരുന്നു. കത്ത് കിട്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരികയാ. ഐ സി. ആ, ഗോമതി മാർക്കറ്റിൽ പോയിട്ട് വരൂ. വരൂ. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ കൊച്ചുവിളിയിൽ അച്യുതൻ നായർ അല്ലേ? അതെന്റെ വിലാസമാണ്. എഴുതിയത് ഞാനാണ്. ഉടനെ വരണമെന്ന് എഴുതിയിരുന്നു. എന്തിനാണാവോ? നിങ്ങളുടെ മകളെ അടുത്ത വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ. എന്റെ മകൻ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും. മനസ്സിലായില്ലല്ലോ.
മകൾക്ക് പ്രമോഷൻ വേണമെങ്കിൽ വേറെ മാർഗം നോക്കണം. എന്റെ മകനെ കയ്യിലെടുത്തിട്ടാണെങ്കിൽ അത് നടക്കില്ല. ഇപ്പൊ ഒട്ടും മനസ്സിലായില്ല. അവളെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. എന്റെ മകന്റെ ഓഫീസിൽ ജോലി ചെയ്യാനും ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ അവള് താമസിക്കുന്നത് അവളുടെ അപ്പച്ചിയുടെ വീട്ടിലാണ്, ജോലി ചെയ്യുന്നത് സർക്കാർ ഓഫീസിലും. ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങളുടെ സമ്മതം ആവശ്യമാണോ? ഇക്കാരം പറയരുത്. എന്റെ മകന്റെ നേരെ കയ്യും കലാശവും കാണിക്കുന്ന ഒരുത്തി എന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ താമസിക്കുവാനോ അവന്റെ ഓഫീസിൽ ജോലി ചെയ്യാനോ പാടില്ല. കയ്യും കലാശവും കാണിച്ചെന്നോ? ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്, ആരും പറഞ്ഞറിഞ്ഞല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അവളെ അങ്ങനെ അല്ല വളർത്തിയത്. താൻ വളർത്തിയതിന്റെ വിശേഷമാണ് ഇപ്പൊ പറഞ്ഞത്. കണ്ട തേവിടിച്ചുകളൊന്നും എന്റെ മകനെ വലവീശി പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ പറ്റി ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ അന്തസ്സിന് ചേർന്നതായിരിക്കും, പക്ഷെ എന്റെ അന്തസ്സിന് ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. തന്റെ ഒരു അന്തസ്. വരുന്നൊരു യു പി സ്കൂൾ അധ്യാപകൻ എന്താണോ അന്തസ്? നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം ശിക്ഷിക്കലായിരുന്നു നിങ്ങളുടെ തൊഴിൽ, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ഓ, ഒരു വിജ്ഞാനകോശം. അല്ല, പഠിപ്പിക്കുന്ന ആളിനെ വിജ്ഞാനകോശം എന്നല്ല പറയുന്നത്, അധ്യാപകനെന്നാ. ഒരു അധ്യാപകനായ എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം. എന്നിട്ട് ഞാൻ സംസാരിക്കാത്തതുകൊണ്ടാണെന്ന് അറിയാമോ? പ്രാണഭയം കൊണ്ട്. വിവരദോഷം പറയാതെ തോന്നുന്നവരെ പെമ്പറനാരോ കുറെ കൂടി ബഹുമാനപൂർവ്വം സംബോധന ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ബ്ലഡി ഫൂൾ. ഭയപ്പെടണ്ട. നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ച് പറയില്ല. വരട്ടെ. നീ ഉദ്യോഗത്തിന് പോകുന്ന ഇതിനു വേണ്ടിയായിരുന്നു അല്ലേടി? എന്താണെന്നോ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്കേ. എന്നെ കത്തയച്ച് വിളിപ്പിച്ചിട്ട് എന്റെ മകൾ തേവടിച്ചാണെന്ന് അവർ പറഞ്ഞു. ഞാനതിന് മറുപടി പറയുന്നത് എനിക്ക് സംസ്കാരമുള്ളതുകൊണ്ടാ. ഉദ്യോഗം കൊണ്ട് കിട്ടിയത് മതിയടി. ഗീതയുടെ അച്ഛൻ ഇവിടെ വന്നിരുന്നോ? ഏത് ഗീത? അച്ഛൻ ഇവിടെ വന്നിരുന്നോ ചോദിച്ചേ. നീ എന്നെ ചോദ്യം ചെയ്യുന്നു? ആരാടാ ഈ അച്യുതൻ നായർ എന്ന് പറയുന്ന നരപ്പാളി? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛൻ. റിട്ടയർഡ് ജഡ്ജി വസുന്ധര മേനന്റെ മകന് സ്നേഹിക്കാൻ വെറും ഒരു പീറവാദ്യാരുടെ മകളോ? ലജ്ജയില്ലേ നിനക്കിത് പറയാൻ? ജഡ്ജും വാദ്യാരൊന്നും ഇവിടെ പ്രശ്നമല്ല. ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന പെണ്ണിന്റെ കാര്യം പറഞ്ഞ. അത്രയ്ക്ക് ധിക്കാരമോ? ഞാൻ പ്രസവിച്ച് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന നിനക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? വിശദീകരണങ്ങളൊക്കെ നമുക്ക് പിന്നീടാവാം. അച്യുതൻ നായർ വന്നിട്ട് എന്തുണ്ടായെന്ന് പറയൂ. ഇന്നോളം ഒരുവനും എന്റെ മുഖത്ത് നീ പറഞ്ഞിട്ടില്ലാത്ത ആഭാസതകളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പോയി. വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറയൂ. ഇല്ലെങ്കിൽ കൊട്ടാരക്കര ആ മനുഷ്യൻ ഇവിടെ വന്ന് ഈ ബംഗ്ലാവിൽ കയറിയെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോവില്ല. ഞാൻ പോയി ആ മനുഷ്യനോട് അമ്മയ്ക്ക് വേണ്ടി മാപ്പി വെച്ചിട്ട് വരാം. നീ എവിടെ പോന്നു? പറഞ്ഞില്ലേ മാപ്പി വയ്ക്കാനെന്ന്? നീ എന്റെ മുഖത്ത് തുപ്പരുത്. തുപ്പുന്നിടത്ത് മുഖം വെക്കരുത്. പോയിട്ട് വരാം. ബാക്കി കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കാം. നീ പോകരുത്. പോവും. ബാല, അമ്മ സ്വയം മറക്കരുത്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമസ്തേ. ഗീതയുടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കാനാണ് വന്നത്. മാപ്പോ? എന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കും. അതിന് അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന് അറിയാമോ? ക്ഷമിക്കണം, അമ്മ ഒരു പ്രത്യേക സ്വഭാവകാരിയാണ്. എല്ലാവർക്കും ഉണ്ട് മനുഷ്യ പ്രത്യേക സ്വഭാവങ്ങൾ. എനിക്കുമുണ്ട്. എന്നിട്ട് ഞാൻ ക്ഷമിച്ചത്. ദയവേത് അതൊക്കെ മറക്കണം. മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്നില്ല ഭംഗി. സ്വന്തം കാര്യത്തിൽ ഈ വേദാന്തം മറന്നുപോകും. അതുപോട്ടെ, മാപ്പറയാനല്ലേ വന്നത്. പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പോവാ.
എനിക്ക് ട്യൂഷനുള്ള നോട്ട് തയ്യാറാക്കണം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്നാണ് കരുതിയിരുന്നത്. ഉണ്ടായത് എന്തൊക്കെയാണെന്ന് ഗീത പറഞ്ഞിരിക്കും. എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അപ്പോൾ പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഗീതയെ എനിക്ക് വിവാഹം ചെയ്തു തരണം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വിവാഹം നടത്തി. വിവാഹവും എന്റെ ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ മോളെ, അച്ഛൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിന്നെ പേരടിശി എന്ന് വിളിച്ച സ്ത്രീ അവിടെയുള്ളത്. ഞാൻ അങ്ങനെയല്ലെന്ന് അറിയാവുന്ന ഒരു പുരുഷൻ കൂടി അവിടെ ഇല്ല അച്ഛാ. എന്റെ ബാലേട്ടൻ. മോളെ, അവരൊക്കെ വലിയവരാ, നമ്മൾ പാവങ്ങളാ. അതിന്റെ ബുദ്ധിമുട്ട് ഗീത അനുഭവിക്കേണ്ടി വരില്ല. അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ സാരമില്ല അച്ഛാ. സഹിക്കാൻ എനിക്കറിയാം. മരിച്ചുപോയ അമ്മയെ ഓർത്തെങ്കിലും അച്ഛനെതിരെ പറയരുത്. ഇനി എനിക്കൊന്നും പറയാനില്ല മോളെ, ഒന്നും പറയാനില്ല. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും, എന്നിട്ട് വിവാഹത്തെ നിശ്ചയിച്ചാൽ മതി. ഞാൻ പറ്റേ സാർ. പറ്റേ. മോളെ, ഒന്നുകൂടെ ആലോചിക്കും മോളെ. ഈ ബന്ധം കൂടിയേ തീരുന്നുണ്ടോ? ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അച്ഛാ. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിൽക്കവിടെ. മാപ്പ് പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് തന്നോ മാപ്പ്? തന്നു. മാപ്പും വാക്കും തന്നു. വാക്കോ? അതെ, മകളെ വിവാഹം ചെയ്തു തരാമെന്ന് വാക്ക് തന്നു. പ്ലീസ്. അമ്മയ്ക്ക് പ്രഷറിന് അസുഖമുള്ളതാണ്. കൂടുതൽ സ്ട്രെയിൻ എടുത്താൽ ബുദ്ധിമുട്ട് എനിക്കാണ്. ആശുപത്രി ഇരിക്കാൻ ഞാൻ വേണം. മരിക്കട്ടടാ. എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ സമ്മതമില്ലാതെ നിനക്കിഷ്ടമുള്ള ആർക്കെ നീ വിവാഹം ചെയ്യുമല്ലേ? ആ ചോദ്യം ഒന്ന് തിരിച്ചിട്ടൂടെ അമ്മേ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ അമ്മ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ കാര്യം തീർന്നില്ലേ? നീ വിവാഹം ചെയ്യാൻ പോകുന്ന ആരെയാണെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് വാക്കും കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അവിടല്ലേ കുഴഞ്ഞു പോയത്? അമ്മ ഈ വാക്ക് മാറ്റി പറയണ്ടേ? ഞാൻ വാക്ക് മാറ്റാനോ? നിന്നെ പ്രസവിച്ച ഞാനാണെങ്കിൽ കൊടുത്ത വാക്കിന് മാറ്റം ഉണ്ടാവില്ല. ഇതിപ്പോ ആകെ കുഴയല്ല അമ്മേ. അല്ല, അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതാണാവോ പെണ്ണ്? ഉണ്ണേട്ടന്റെ സഹോദരി രാധിക. വെരി ഗുഡ്. നല്ല പെണ്ണ്. വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വത്തുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്. ഇനി എന്ത് വേണം? സ്നേഹം വേണം. അതില്ലമ്മേ. സ്നേഹിക്കുന്നത് ഞാനും ഗീതയും തമ്മിലാണ്. ഗീത? അവളുടെ പേര് അവിടെ വേണ്ടി പോരുത്. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളോട് വരില്ല. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളിവിടെ വരും. ചേച്ചിക്ക് എന്ത് വേണം? നിനക്ക് അമ്മയുടെ മുന്നിൽ ഒന്ന് തോറ്റു കൊടുത്തൂടെ? നമ്മുടെ അമ്മയല്ലേ. അമ്മയുടെ മുന്നിൽ തോൽക്കുന്ന മക്കൾക്ക് നന്മ മാത്രമേ ഉണ്ടാകൂ. ഈ സാരോപദേശം ചേച്ചിയുടെ കാര്യം വന്നപ്പോ എവിടെ പോയി? അന്ന് അളിയനും ചേച്ചി സ്നേഹപരവശരായി നടന്നിരുന്ന കാലത്തും അമ്മ എതിരല്ലായിരുന്നോ? അന്നെന്താ ചേച്ചി വിട്ടു കൊടുക്കായിരുന്നേ? അവരുടെ ഇതുപോലെ ആയിരുന്നോടാ? ഇത് വെറും ഒരു പറട്ടവാദിയുടെ മകൾ. ഒരു വെടക്ക ചേച്ചിയുടെ മകൻ എന്ന് അവര് പറഞ്ഞാലോ? എന്താ പറഞ്ഞൂടെ? പറഞ്ഞാൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് തോന്നിയേക്കും. അത് പഴയ അധികാരത്തിന്റെ ഗർവാണ്. ബാല, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ പ്രസവിച്ച അമ്മയോടാ. ചേച്ചി, പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല. അകവും പുറവും നിറയെ അലിവും സ്നേഹവും വേണം. അതാണ് അമ്മ. എനിക്കൊന്നില്ലടാ. അമ്മ പറഞ്ഞത് പോയത് കേട്ടില്ലേ മോനെ? ഇതിനെല്ലാം കാരണക്കാരി നിങ്ങൾ ഒരുത്തിയാണ്. സഹോദരന്റെ മകളെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് എന്റെ മകനെ വശീകരിച്ചെടുത്തിരിക്കുന്നു. പക്ഷെ അവനെ ഞാൻ വിട്ടുതരുമെന്ന് കരുതണ്ട. നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇറങ്ങി പോണല്ലേ? അത്രയും ഞാൻ പറയുന്നില്ല. അനാവശ്യം പറയാതിരിക്കെങ്കിലും വേണം. പറഞ്ഞതാണോ അനാവശ്യം? നിങ്ങൾ ചെയ്തതോ? എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങളുടെ ബംഗ്ലാവിൽ വിരുന്ന് വന്നാൽ കൊള്ളാമെന്ന് മോഹമുണ്ടല്ലേ? എടി പെണ്ണെ, നീ പഠിപ്പിക്കുന്നത് കോളേജിലാണെങ്കിലും നിനക്ക് വിവരമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും ഇതിനകത്ത് കഴിയുമ്പോൾ ഉള്ള മനസ്സുകൊണ്ടല്ലോ അത് നിന്റെ ബംഗ്ലാവിൽ കാണില്ല. എന്റെ പട്ടി വരും അങ്ങോട്ട്. നോക്ക്, കാലില്ലെങ്കിലും വാലിലൊന്ന് വീഴുന്ന കേട്ടില്ലേ? എന്റെ കാലേ മുറിഞ്ഞിട്ടുള്ളൂ, നാവ് മുറിഞ്ഞിട്ടില്ല. ആ നാവോട് ഞാൻ മുറിച്ചെടുക്കും. സൂക്ഷിച്ചോ. വരുമോളെ. അവർക്ക് എന്താ ഭ്രാന്ത് അല്ലാതെന്താ? ഈ കണക്കിന് ഈ സ്ത്രീ നിരപരാധികളായ എത്ര പേരെ